കുഞ്ഞിപ്പെണ്ണേ, ഈശോയെ, അപ്പടി സ്ട്രെസ് ഈശോ എനിക്ക്. എന്നെ കൊണ്ടൊന്നും വയ്യ ജോലിയൊക്കെ ചെയ്യാൻ. ഞാനിത് വേണ്ടെന്ന് വെച്ചാലോ? ഒരു 6 മാസം മുന്നേയുള്ള നിന്നെ ഞാൻ ഓർക്കുന്നു. ഞാനും. അന്ന് കരഞ്ഞ് കരഞ്ഞ് എന്നെയും ചീത്ത പറഞ്ഞ് ദേഷ്യവും സങ്കടവും ഒക്കെ ആയിട്ട് വന്ന് എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് സ്വർഗത്തിലെ മാലാഖമാർ വരെ നിന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടി വന്നു. അത് ശരി. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടാണല്ലേ അപ്പൊ ഈശോയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല അല്ലേ? വെറുതെ അല്ല ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആഹാ, അത് ശരി. കഷ്ടപ്പെടാതെ ഈ ലോകത്തിലൊന്നും കിട്ടില്ല കുഞ്ഞിപ്പെണ്ണെ. കഷ്ടപ്പെട്ടാലേ എന്തിനും അതിൻ്റെതായ ഒരു വാല്യൂ, ഒരു വിലയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് ചിന്തിച്ചു നോക്കി. പിന്നെ മാലാഖമാർ പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ മക്കൾക്ക് എന്തൊക്കെ നൽകണം, എന്തൊക്കെ വേണ്ട എന്ന് എനിക്ക് നന്നായി അറിയാം. ഓക്കെ, ഇപ്പോൾ നീ നേരിടുന്ന ഈ സ്ട്രെസ്സൊക്കെ നിന്നെ കൊണ്ട് ഈസി ആയിട്ട് ചാടി കിടക്കാൻ പറ്റുമെന്ന് നിൻ്റെ ഈശോയ്ക്ക് നന്നായി അറിയാമേ. സോ ഡോണ്ട് വറി, ജസ്റ്റ് ചിൽ. കേട്ടോ കുഞ്ഞിപ്പെണ്ണേ? പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പിന്നെ നിനക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് എനിക്ക് നന്നായിട്ട് കൊണ്ടു കിട്ടോ. അത് പിന്നെ ഈശോ ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞു പോയതാ. നീ അത് കാര്യമാക്കി എടുക്കണ്ട കേട്ടോ. എൻ്റെ ഓരോ മക്കളെയും നിൻ്റെ ഈശോയ്ക്ക് ജീവനാണ്. വചനത്തിൽ എന്താ പറയുന്നതെന്ന് നിനക്കറിയില്ലേ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര കൂടുതൽ നന്മകൾ നൽകും. അപ്പൊ ഈശോയെ, ഇന്ന് തൊട്ട് ഞാൻ സെറ്റായിട്ട് ചില്ലായിട്ടിരിക്കും. കണ്ടാ മതി. അപ്പൊ ശരി ഈശോയെ, ലവ് യു.